വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഹല്ലേലൂയ. ഈശോയെ നന്ദി. ലോകമെമ്പാടുമുള്ള എല്ലാ ശാലോം പ്രേക്ഷകരെയും ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവത്തെ ചേർത്ത് നിർത്തുമ്പോൾ, ദൈവത്തെ കൂടെ കൊണ്ടുപോകുമ്പോൾ ഒരു വ്യക്തി ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങുന്നു എന്നൊരു ചിന്തയെ ഇവിടെ ഞാൻ കൊണ്ടുവരികയാണ്. ദൈവത്തെ ചേർത്ത് നിർത്തിയാൽ, ദൈവത്തെ കൂടെ കൊണ്ടുപോയാൽ നമ്മുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങും എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബൈബിൾ ഭാഗം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിവരണം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 16 മുതലുള്ള വചനങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. വൈകുന്നേരമായപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ കടൽക്കരയിലേക്ക് പോയി. അവർ ഒരു വള്ളത്തിൽ കയറി കടലിനക്കരെ കഫർനാമിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ നേരം ഇരുട്ടി തുടങ്ങി. യേശു അവരുടെ അടുക്കലെത്തിയതുമില്ല. ശക്തിയേറിയ കാറ്റടിച്ചിരുന്നതുകൊണ്ട് കടൽ ക്ഷോഭിച്ചു. 25-30 സ്ഥാദിയോൺ ദൂരം തണ്ടു വലിച്ചു കഴിഞ്ഞപ്പോൾ യേശു കടലിന് മീതെ നടന്ന് വള്ളത്തെ സമീപിക്കുന്നത് കണ്ട് അവർ ഭയപ്പെട്ടു. അവൻ അവരോട് പറഞ്ഞു, ഞാനാണ്, ഭയപ്പെടേണ്ട. അവനെ വള്ളത്തിൽ കയറ്റാൻ അവർ ആഗ്രഹിച്ചു. പെട്ടെന്ന് വള്ളം അവർ ലക്ഷ്യം വെച്ചിരുന്ന കരയ്ക്ക് അടുത്തു. 21-ാമത്തെ വചനം. അവനെ വള്ളത്തിൽ കയറ്റാൻ അവർ ആഗ്രഹിച്ചു. പെട്ടെന്ന് വള്ളം അവർ ലക്ഷ്യം വെച്ചിരുന്ന കരയ്ക്ക് അടുത്തു. ശിഷ്യന്മാർ യേശുവിനെ വള്ളത്തിൽ കയറ്റാൻ ആഗ്രഹിച്ചപ്പോൾ തന്നെ അവരാഗ്രഹിക്കുന്ന ലക്ഷ്യത്തിൽ എത്തി എന്നാണ് ഈ ബൈബിൾ വചനത്തിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. വളരെയധികം സഹനങ്ങളിലൂടെയും വളരെയധികം വേദനയിലൂടെയും കടന്നു പോകുന്ന ഒരു ദൈവമകൻ ചിന്തിക്കേണ്ട ഒരു കാര്യം, ദൈവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. ശിഷ്യന്മാർ കാറ്റും കോളുമുണ്ടായ ഒരു സാഹചര്യത്തിൽ വളരെയധികം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഈശോ അവരുടെ അടുത്തുകൂടെ പോകുന്നത്. ആ കടലിലൂടെ ഈശോ അവരുടെ മുൻപിലേക്ക് പോവുകയാണ്. വളരെയധികം ക്ഷീണിതരായ ശിഷ്യന്മാർ ഈശോയെ വള്ളത്തിൽ കയറ്റാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ തന്നെ അവരുടെ അധ്വാനത്തിൻ്റെ ഫലം പൂർത്തീകരിക്കുകയാണ്. അവർ എത്തേണ്ട സ്ഥലത്ത് എത്തിച്ചേരുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തെ കൂടെ നിർത്തുമ്പോൾ, ദൈവത്തിന് സ്ഥാനം കൊടുക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ അധ്വാനങ്ങളിലും ദൈവത്തെ ചേർത്ത് നിർത്തുമ്പോൾ ആ അധ്വാനം അതിന് ഫലദായകമാകും എന്ന് ഈ വചനം ഓർമ്മിപ്പിക്കുകയാണ്. അതാണ് വള്ളത്തിൽ അവനെ കയറ്റാൻ ആഗ്രഹിച്ചു. വള്ളത്തിൽ കയറ്റാൻ ആഗ്രഹിച്ചപ്പോൾ തന്നെ എത്തേണ്ട സ്ഥലത്തേക്ക് അവർ എത്തിച്ചേർന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതമാകുന്ന വഞ്ചിയിൽ ഇന്ന് ദൈവത്തിന് സ്ഥാനമുണ്ടോ എന്ന് പരിശോധിക്കുക. ദൈവത്തിന് സ്ഥാനമുണ്ട് എങ്കിൽ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തിച്ചേരുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതാണ് വളരെയധികം പ്രതികൂലമായ സാഹചര്യം. അവർ അധ്വാനിച്ചിട്ട്, അവർ ഒത്തിരിയധികം തണ്ടു വലിച്ചിട്ട് അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് തുഴഞ്ഞിട്ടും എത്തേണ്ട സ്ഥലത്ത് എത്തിയില്ല. എത്തേണ്ട സ്ഥലത്ത് എത്താത്തതിൻ്റെ കാരണമുണ്ട്, ആ വഞ്ചിയിൽ ദൈവം ഇല്ലായിരുന്നു. ദൈവമില്ലായിരുന്നത് കൊണ്ട് വളരെയധികം അധ്വാനിച്ചിട്ടും ഒരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് അവർ പോയില്ല, അവർ എത്തിയില്ല. ആ ദൈവത്തെ ചേർത്ത് നിർത്താൻ ആഗ്രഹിച്ചപ്പോൾ തന്നെ ആ സ്ഥലത്തേക്ക്, ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് അവർ എത്തിച്ചേരുകയാണ്. നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അവർ വളരെയധികം നിരാശയോടുകൂടി, അതായത് മ്ലാനവദനരായി എമ്മാവൂസ് എന്ന സ്ഥലത്തേക്ക് പോയി. ജെറുസലേമിൽ നിന്ന്, ദൈവസാന്നിധ്യമുള്ള ജെറുസലേമിൽ നിന്ന് ദൂരെയുള്ള എമ്മാവൂസിലേക്ക് യാത്ര ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ അവർ വിഷാദരായിരുന്നു. അവർക്കൊത്തിരിയധികം അസ്വസ്ഥതയുണ്ടായിരുന്നു. എന്നാൽ ഈശോ അവരോട് ഒത്ത് യാത്ര ചെയ്യാൻ തുടങ്ങി.
അവർ എത്തേണ്ടിയിരുന്ന സ്ഥലത്തേക്ക് എത്തിയപ്പോൾ അവർ അവനെ കടന്നു പോകാൻ ഭാവിച്ചപ്പോൾ അവർ കർത്താവിനെ ചേർത്ത് നിർത്താൻ ആഗ്രഹിച്ചു, ഞങ്ങളോടൊത്ത് വസിക്കണം. അപ്പോൾ ഉടനെ തന്നെ അവർക്ക് വചനത്തിൻ്റെ അഭിഷേകം കിട്ടി. വിശുദ്ധ കുർബാന ലഭിച്ച ഉടനെ അവർ പിന്നീട് എമ്മാവൂസിലേക്കല്ല പോകുന്നത്, തിരിച്ച് ജെറുസലേമിലേക്ക് ശിഷ്യന്മാരുടെ കൂട്ടായ്മയിലേക്ക് തിരിച്ചു വരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ മാത്രമാണ് ഒരു വ്യക്തി ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങുന്നത്, ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നത് എന്ന് ബോധ്യമുണ്ടാവുക. അതുകൊണ്ട് പരിശോധിക്കേണ്ട കാര്യം, ഇന്ന് ഈശോ ഞാനാകുന്ന എൻ്റെ ജീവിതമാകുന്ന വഞ്ചിയിൽ കയറ്റാനായിട്ട് അല്ലെങ്കിൽ ഈശോയ്ക്ക് സ്ഥാനമുണ്ടോ എന്ന് ആത്മാർത്ഥമായിട്ട് പരിശോധിക്കുക. നീ ഈശോയെ നിന്റെ ജീവിതമാകുന്ന വഞ്ചിയിൽ കയറ്റിയാൽ ആ വഞ്ചി ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങും. നീ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ദൈവം ആഗ്രഹിച്ച സ്ഥലത്തേക്ക് അത് എത്തിച്ചേരും. വീണ്ടും മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 4-ാം അധ്യായത്തിൽ 35 മുതലുള്ള വചനങ്ങളിൽ കടലിനെ ശാന്തമാക്കുന്ന ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട്. ഈശോ അമരത്ത് തലയണ വെച്ച് കിടന്നുറങ്ങുകയാണ്. ആ ഉറങ്ങുന്ന സമയത്ത് കടലിൽ വലിയൊരു കാറ്റുണ്ടായി. ആ വള്ളം നിറയെ അസ്വസ്ഥമായ സാഹചര്യത്തിൽ, വഞ്ചിയിലേക്ക് വെള്ളം നിറയുന്ന ഒരു സാഹചര്യത്തിൽ അവർ അമരത്ത് തലയണ വെച്ച് കിടന്നുറങ്ങിയ ഈശോയെ വിളിക്കുകയാണ്. ഈശോ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ആ കടലിൽ പ്രശാന്തതയുണ്ടായി. ഈശോ എഴുന്നേറ്റ് ആ കടലിനെ ശാസിച്ചപ്പോൾ തന്നെ ആ പ്രദേശത്ത് ആ കടലിൽ ശാന്തതയുണ്ടായി. കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അമരത്ത് നിന്ന് നേതൃത്വം വഹിക്കുന്ന വ്യക്തി, അമരത്തൊരു വ്യക്തി ഉണ്ടെങ്കിൽ ആ അമരത്തുള്ള വ്യക്തിയാണ് ഒരു വള്ളത്തെ അതിലെ യാത്രയെ എല്ലാം നേതൃത്വം വഹിക്കേണ്ടത്. ആ നേതൃത്വം വഹിക്കേണ്ട വ്യക്തി ഉറങ്ങിയിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഈശോ അമരത്ത് തലയണ വെച്ച് കിടന്നുറങ്ങിയിരിക്കുകയായിരുന്നു. ആ അമരത്ത് തലയണ വെച്ച് ഉറങ്ങിയ സാഹചര്യത്തിലാണ് അവിടെ വലിയ കാറ്റും കോളും ഉണ്ടായി. ശിഷ്യന്മാർ ആഞ്ഞു ശ്രമിച്ചിട്ടും വളരെയധികം പരിശ്രമിച്ചിട്ടും അവർക്ക് ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാനായിട്ട് കഴിഞ്ഞില്ല. അവരുടെ ജീവൻ തന്നെ അപകടത്തിലാകുന്ന ഒരു സാഹചര്യത്തിൽ അവർ ഈശോയെ വിളിച്ചുണർത്തുകയാണ്. അവനെ വിളിച്ചുണർത്തിയപ്പോൾ ആ കടലിൽ ശാന്തതയുണ്ടായി. അറിയാം, അവർ ഉപയോഗിച്ചിരുന്ന ആ വള്ളം മറിയുന്ന ഒരു സാഹചര്യമാണ്. അതും ഒരു ജീവിതമാണ്. വള്ളം പരിശോധിക്കുമ്പോൾ ജീവിതം തന്നെയാണ്. ആ ജീവിതം മറിയുന്ന ഒരു സാഹചര്യം നേരിടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതമാകുന്ന വള്ളം മറിയുന്ന സാഹചര്യത്തിൽ ദൈവത്തെ വിളിച്ചുണർത്താനായിട്ട് കഴിയണം. ഒന്നാമതായിട്ട് ദൈവം അമരത്ത് ഉണ്ടായിരിക്കണം. ഒരു ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്ത് ദൈവത്തെ സമർപ്പിക്കണം, ദൈവത്തെ പ്രതിഷ്ഠിക്കണം. ഈശോ ജീവിതമാകുന്ന വഞ്ചിയുടെ അമരത്ത് ഉണ്ടായിരിക്കണം. ഈശോ ജീവിതമാകുന്ന വഞ്ചിയെ നയിക്കുന്ന, മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിയായിട്ട് മാറിയിരിക്കണം. അങ്ങനെ ഈശോയാണ് ജീവിതത്തെ നയിക്കുന്നതെങ്കിൽ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തിച്ചേരും. ഇവിടെ കാറ്റും കടലും ഉണ്ടാവുകയാണ്. കാറ്റും കടലും ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഈശോ ഉറങ്ങുകയായിരുന്നു എന്നാണ് സുവിശേഷകൻ എഴുതി വച്ചിരിക്കുന്നത്. ഈശോ അവിടെ ഉറങ്ങുകയായിരുന്നു. ഈശോയുടെ ഉറക്കം എന്ന് പറയുമ്പോൾ അറിയാം, അത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. ശിഷ്യന്മാർ ഉണർന്നിരിക്കുന്നു, ഈശോ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. ശിഷ്യന്മാർ ഉണർന്നിരിക്കുന്ന ഈ ശിഷ്യന്മാർക്ക് അവരുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട്, അവരുടെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ഈ പ്രതിസന്ധിയെ പരിഹരിക്കാനായിട്ട് കഴിഞ്ഞില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റോമ 9:16 മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിനും അടിസ്ഥാനം. മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യൻ ആഗ്രഹിച്ചതുകൊണ്ടോ, മനുഷ്യൻ തീരുമാനമെടുത്തതുകൊണ്ടോ, പദ്ധതികൾ രൂപകൽപ്പന ചെയ്തതുകൊണ്ടോ ഒരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് നീങ്ങണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അത് ദൈവം ഏറ്റെടുത്തെങ്കിൽ മാത്രമേ ഒരു പ്രവൃത്തി പൂർണ്ണമായിട്ട് മാറുകയുള്ളൂ. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 27-ാമത്തെ തിരുവചനം, അവൻ പറഞ്ഞു, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അതാണ് കാറ്റും കടലും ഉണ്ടായപ്പോൾ ശിഷ്യന്മാർക്ക് അസാധ്യമായത്, ഈ ശിഷ്യന്മാർക്ക് പരിഹരിക്കാൻ പറ്റാത്തത് ദൈവത്തിന് കഴിഞ്ഞു. അവൻ കാറ്റിനെയും കടലിനെയും ശാസിച്ചു കഴിഞ്ഞപ്പോൾ വലിയ പ്രശാന്തതയുണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതമാകുന്ന വഞ്ചിയിൽ ജീവിതത്തിൽ തീരുമാനമെടുക്കേണ്ടത് ദൈവമാണ്. അതാണ് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 1-ാമത്തെ തിരുവചനം,
മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമ തീരുമാനം കർത്താവിൻ്റേതാണ്. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമ തീരുമാനം ദൈവത്തിൻ്റേതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ മാനുഷിക പദ്ധതികളും എല്ലാ മനുഷ്യൻ്റെ ആലോചനകളും ലക്ഷ്യപ്രാപ്തിയിലെത്തേണ്ടത് ദൈവത്തെ ചേർത്ത് നിർത്തുമ്പോഴാണ്. അതാണ് അപ്പസ്തോലന്മാർ അവിടെ ആ വഞ്ചി അമരത്ത് തലയണ വെച്ചുറങ്ങുകയായിരുന്ന ഈശോയെ വിളിച്ചുണർത്തിയപ്പോഴാണ് ആ ഒരു പ്രതിസന്ധിയെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് കഴിഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രതിസന്ധികളാകുന്ന കാറ്റും കടലും ഉണ്ടാകും. ഒരു കുടുംബജീവിതത്തിൽ പ്രതിസന്ധികളുടെ എണ്ണം വളരെ കൂടുതലാണ്. പ്രശ്നങ്ങളുടെ എണ്ണം കൂടുതലാണ്. പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും മാനുഷിക ബുദ്ധി കൊണ്ട് കൈകാര്യം ചെയ്താൽ ഒരിക്കലും അത് പരിഹരിക്കപ്പെടുകയില്ല എന്ന് തിരിച്ചറിയേണ്ടതാണ്. എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും മാനുഷിക കണ്ണോടുകൂടി കാണുമ്പോൾ അവയ്ക്ക് പരിഹാരമില്ല. ആ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നു. അതാണ് ദൈവം എല്ലാത്തിനും പരിഹാരമുണ്ടാക്കുന്നതാണ്. ദൈവം പ്രതിസന്ധികളെ സൃഷ്ടിക്കുന്നവനല്ല, ദൈവം പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നവനാണ്. മനുഷ്യൻ്റെ ആലോചനകളും പദ്ധതികളും എല്ലാം പലപ്പോഴും പല പ്രശ്നങ്ങളെയും സൃഷ്ടിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. അത് അപ്പോസ്തലന്മാരെ പഠിപ്പിക്കുകയാണ്. കാറ്റും കടലും ഉണ്ടാകുമ്പോൾ ആ കാറ്റും കടലിനും ആ പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഈശോയ്ക്ക് മാത്രമേ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആദ്യം നീ ആലോചന നടത്തേണ്ടത് ദൈവത്തോടാണ്. നിൻ്റെ കുടുംബജീവിതത്തിൽ ഒരു പ്രതിസന്ധി കടന്നു വരുമ്പോൾ, നിൻ്റെ കുടുംബജീവിതത്തിൽ ഒരു തകർച്ച നീ നേരിടുമ്പോൾ, നീ ആദ്യം ആലോചന നടത്തേണ്ടത് ദൈവവുമായിട്ടാണ്. ദൈവവുമായിട്ട് ആലോചന നടത്തിയാൽ ദൈവം അതിന് തീരുമാനം നൽകും. ദൈവം നിനക്ക് ലക്ഷ്യപ്രാപ്തിയിലേക്ക് നീങ്ങുവാനുള്ള ശക്തി നൽകും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ പ്രതിസന്ധികളും വലിയ പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ദൈവത്തെ ചേർത്ത് നിർത്തിയാൽ പ്രശ്നങ്ങൾക്ക് ഉത്തരമുണ്ട്. കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ അപ്പസ്തോലനായി തീർന്ന പൗലോസ്ലീഹായുടെ സഹനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പൗലോസ്ലീഹ കടന്നുപോയ സഹനങ്ങളുടെ എണ്ണം വളരെ വലുതായിരുന്നു. സഹിച്ച വേദനകളും നേരിട്ട പ്രതിസന്ധികളും ജീവിതത്തിൽ അനുഭവിച്ച വേദനകളുടെ എണ്ണം വളരെ വലുതായിരുന്നു. പക്ഷേ ഈ പ്രതിസന്ധികൾ പോലും അതിജീവിക്കുവാനായിട്ട്, ഈ സഹനങ്ങളെ നേരിടുവാനായിട്ട് പൗലോസ്ലീഹായ്ക്ക് ശക്തി ലഭിച്ചത് ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. ഫിലിപ്പിയർ ലേഖനം 3-ാം അധ്യായം 8-ാമത്തെ തിരുവചനം, കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ സർവ്വതും നഷ്ടമായി കരുതുന്നു, നഷ്ടമായി മാത്രമല്ല ഉച്ഛിഷ്ടം പോലെ കരുതുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭൗതികമായിട്ടുള്ള അറിവുകളെ പൗലോസ്ലീഹ ഉച്ഛിഷ്ടമായിട്ട് കരുതുകയാണ്. ഈ ലോകത്തിൻ്റെ ചിന്തകളെ പൗലോസ്ലീഹ ഉച്ഛിഷ്ടമായിട്ട് കരുതുകയാണ്. അതാണ് യാക്കോബ് ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ തിരുവചനം, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ്. ഈ ലോകത്തിൻ്റെ അറിവുകൾ, ഈ ലോകത്തിൻ്റെ ചിന്താഗതികൾ, ഈ ലോകത്തിൻ്റെ യുക്തിവിചാരങ്ങൾ പലപ്പോഴും ഒരു വ്യക്തിക്ക് കൃപയിലേക്ക് കടന്നു പോകുന്നതിന് കാരണമായിട്ട് വരത്തില്ല. അതുകൊണ്ടാണ് മാനുഷിക ബുദ്ധിക്ക് ലോകത്തിൻ്റെ അറിവുകളെ ഒരു പക്ഷേ കണ്ടെത്താൻ പറ്റും, പക്ഷേ ദൈവിക കാര്യങ്ങൾ, ദൈവിക പദ്ധതികൾ തിരിച്ചറിയണമെങ്കിൽ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് ജീവിതത്തെ കാണുമ്പോൾ മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 5-ാമത്തെ തിരുവചനം, കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയിൽ നീ ആശ്രയിക്കരുത്. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കരുത്. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കട്ടെ, അവിടുന്ന് നിന്നെ വഴി നടത്തും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് മാനുഷികമായിട്ട് ചിന്തിക്കാതെ, മാനുഷിക ചിന്താഗതികൾ കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്താതെ ഒരു ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത് ദൈവിക പദ്ധതിയുടെ വെളിച്ചത്തിലായിരിക്കും. ദൈവമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത്, മാനുഷിക നിയമങ്ങളല്ല. ദൈവിക കൽപ്പനകളും ദൈവിക പ്രമാണങ്ങളുമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത്. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 6 മുതലുള്ള വചനങ്ങൾ, ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം, ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം, വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം,
അവ കയ്യിൽ ഒരടയാളമായും നെറ്റിത്തടത്തിൽ പട്ടമായും അണിയണം. അവ നിങ്ങളുടെ വീടിൻ്റെ കട്ടിളക്കാലുമേലും പടിവാതിൽക്കുമേലും എഴുതണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കുമ്പോഴാണ് ഒരാൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. കർത്താവിൻ്റെ വഴികളിലൂടെ നടന്നു പോകുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നത്. സ്തെഫാനോസിൻ്റെ ജീവിതം അതുതന്നെയാണ്. അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. എസ്തപ്പാനോസ് കൃപാവരവും ശക്തിയും നിറഞ്ഞ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് അവരുടെ ഇടയിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തി. ആണ് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ ശത്രുക്കൾ പോലും അവൻ്റെ മുഖം കാണുന്നത് ഒരു ദൈവദൂതൻ്റെ മുഖം പോലെയാണ്. അതാണ്, അവൻ്റെ മുഖം ഒരു ദൈവദൂതനെ പോലെ ശോഭിച്ചിരുന്നു. കാരണം ദൈവികമായിട്ടുള്ള അഗ്നി കൊണ്ട്, ദൈവികമായിട്ടുള്ള തീഷ്ണത കൊണ്ട് അവൻ ജ്വലിച്ചതുകൊണ്ട് അവന് ഒരു ദൈവദൂതൻ്റെ ശോഭ ലഭിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എസ്തപ്പാനോസിന് തൻ്റെ ജീവിതം, തൻ്റെ വിളി, തൻ്റെ പദ്ധതികൾ എല്ലാം തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞു. അതുകൊണ്ടാണ് കല്ലേറുകളുടെ മധ്യത്തിൽ പോലും ദൈവത്തിൻ്റെ സ്വർഗം തുറക്കപ്പെടുന്ന ആ ഒരു രംഗം കാണുവാനുള്ള ഭാഗ്യം ലഭിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവത്തെ വിളിച്ചുണർത്തി ജീവിക്കുക. പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൽപ്പനകളെ മുറുകെ പിടിക്കുക. അതാണ് വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എല്ലാം നീ ഇതിനെക്കുറിച്ച് ധ്യാനിക്കണം. ഇത് നിൻ്റെ അടയാളമായിരിക്കണം. ഇത് നിൻ്റെ ജീവിതത്തിൻ്റെ മുദ്രയായിരിക്കണം. അതുകൊണ്ട് കൽപ്പനകളനുസരിച്ച് ജീവിക്കുക. കൽപ്പനകളനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കുക എന്നാണ് അർത്ഥം. പരിശോധിക്കുക, ദൈവിക പദ്ധതികളുടെയും ദൈവിക കൽപ്പനകളുടെയും പൂർത്തീകരണമായി ആണോ നീ ഇന്ന് ജീവിക്കുന്നത്? ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് നീ ജീവിക്കുന്നതെങ്കിൽ നിൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും ദൈവം ക്രമപ്പെടുത്തി തരും. ആണ് അപ്പസ്തോലന്മാർ യാത്ര ചെയ്തപ്പോൾ അവർക്ക് അവരുടെ ബുദ്ധി കൊണ്ടോ അവരുടെ കഴിവ് കൊണ്ടോ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കാനായിട്ട് കഴിഞ്ഞില്ല. അവർക്ക് അവരുടെ ബുദ്ധിപരമായിട്ടുള്ള ചിന്തകൾ കൊണ്ട് പ്രശ്നം പരിഹരിക്കാനായിട്ട് കഴിഞ്ഞില്ല. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ പിശാച് ബാധിച്ച ഒരു വ്യക്തിയെ സുഖപ്പെടുത്തുന്നത്, ഒരു പിതാവിൻ്റെ മകനെ, പ്രത്യേകിച്ച് പൈശാചിക പീഡകൾ കൊണ്ട് വേദന അനുഭവിച്ചിരുന്ന ഒരു മകനെ കൊണ്ടുവരുന്നുണ്ട്. ഈശോ രൂപാന്തരീകരണത്തിന് ശേഷം ജനക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് വന്നപ്പോൾ പിതാവ് പറയുന്നൊരു കാര്യമുണ്ട്. ചെറുപ്പം മുതലേ തന്നെ വളരെയധികം പിശാച് ഈ മകനെ പീഡിപ്പിക്കുന്നു. തീയിലും വെള്ളത്തിലും എല്ലാ തരത്തിലും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം പറയുകയാണ്, ഞാൻ നിൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു, അവർക്ക് അവനെ സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. കർത്താവ് ശിഷ്യന്മാരെ ശാസിക്കുന്നുണ്ട്. ദൈവം ആ ഒരു പ്രതിസന്ധിയിൽ മകൻ്റെ ജീവിതത്തിലേക്ക് ഇടപെട്ട് കഴിഞ്ഞപ്പോൾ അവന് ആ പൈശാചിക ശക്തിയിൽ നിന്ന് വിടുതൽ കിട്ടി ഒരു ദൈവ പൈതലായിട്ട് മാറുകയാണ്. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെങ്കിൽ നീ ഈശോയെ വിളിച്ചുണർത്തണം. നീ പ്രാർത്ഥിക്കണം, നീ വിളിക്കണം, നീ ദൈവത്തോട് അപേക്ഷിക്കണം. യെശയ്യായുടെ പുസ്തകം 65:24, വിളിക്കും മുമ്പേ ഞാൻ നിനക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ചു തീരും മുമ്പേ ഞാനത് കേൾക്കും. നീതിയോടെ പ്രാർത്ഥിക്കുമ്പോൾ, വിശുദ്ധിയോടെ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ നിൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഈശോയെ നിൻ്റെ ജീവിതത്തിൽ പ്രതിഷ്ഠിക്കുകയാണ്. ഈശോ ഈ വീടിൻ്റെ നായകനെന്ന്, ഈശോ ഈ വീടിൻ്റെ അടിസ്ഥാനമെന്ന് നീ നിൻ്റെ ഭവനത്തിൽ എഴുതി വെച്ചതുകൊണ്ട് നിൻ്റെ ജീവിതം ദൈവാനുഗ്രഹപ്രദമായിട്ട് മാറണമെന്നില്ല. നിൻ്റെ ഹൃദയത്തിൽ ഈശോയെ എഴുതി വെച്ചാൽ, നിൻ്റെ ഹൃദയത്തിൽ ഈശോയ്ക്ക് സ്ഥാനം കൊടുത്താൽ ആ ഈശോയായിരിക്കും നിൻ്റെ ജീവിതത്തെ നയിക്കുന്നത്. ഈശോ വഞ്ചിയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. ഈശോ വഞ്ചിയിൽ ഉറങ്ങിയത് കൊണ്ട് മാത്രം അവർക്ക് പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിഞ്ഞില്ല. മറിച്ച് ഈശോയെ ഉണർത്തിക്കൊണ്ട് നീങ്ങുമ്പോൾ ഈശോ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നെ സഹായിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന് നിൻ്റെ ജീവിതത്തിൽ അവസരമൊരുക്കുക. ഈശോയ്ക്ക് പ്രവർത്തിക്കുവാൻ നിൻ്റെ ബുദ്ധിയെ ദൈവത്തിന് സമർപ്പിക്കുക. ഇന്ന് മനുഷ്യരെല്ലാവരും ബുദ്ധി കൊണ്ട് ജീവിക്കുന്നവരാണ്, ബുദ്ധി കൊണ്ട് ജീവിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ടാണ് എഫേസ്യോസ് 4:18 ഹൃദയകാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. ബുദ്ധിയെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ട് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കാൻ അവസരമുണ്ടാകുന്നില്ല.
അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബുദ്ധിയെ ജീവിതത്തിൻ്റെ അടിസ്ഥാന സ്ഥാനത്ത് നിന്ന് മാറ്റി ദൈവത്തെ പ്രതിഷ്ഠിച്ച് കഴിയുമ്പോൾ നീ എത്തേണ്ട സ്ഥലത്തെത്തും. നിൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ മാറും. അതുകൊണ്ട് ബുദ്ധിയെ മാറ്റി ദൈവത്തെ പ്രതിഷ്ഠിക്കുവാനായിട്ട് കഴിഞ്ഞാൽ നിൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാനായിട്ട് കഴിയും. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ വചനം, 2 വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്നത് അവർ കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് അവർ വല കഴുകുന്ന സമയത്താണ് ഈശോ അവിടേക്ക് വരുന്നത്. അതിലൊന്ന് ശിമിയോൻ്റേതായിരുന്നു, മറ്റേത് സെബദിപുത്രന്മാരുടെയാണ്. രാത്രി മുഴുവൻ ഈ ഒരു അധ്വാനത്തിനൊരു പ്രത്യേകതയുണ്ട്. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ വല കഴുകുകയാണ്. ഒന്നും കിട്ടാതെ വല കഴുകുന്നത് സന്തോഷത്തോടെ അല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വളരെയധികം നിരാശയോടുകൂടിയാണ്. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവർക്ക് ആഗ്രഹിച്ചതുപോലെ, അത് ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒന്നും കിട്ടിയില്ല എന്നാണ് പ്രത്യേകത. ഒന്നും കിട്ടാതെ വളരെയധികം നിരാശയോടുകൂടി തന്നെ ആ വഞ്ചിയിൽ നിന്നിറങ്ങി അവർ വല കഴുകുകയാണ്. അപ്പോഴാണ് ഈശോ അവിടേക്ക് വരുന്നത്. ഈശോ ശിമിയോൻ പത്രോസിനോട് പറയുന്നൊരു കാര്യമുണ്ട്. നിൻ്റെ വള്ളം അല്പം കടലിലേക്ക് നീക്കിയിടുക. ഈശോ അവിടെ നിന്ന് വചനം പ്രഘോഷിക്കാനായിട്ട് തുടങ്ങി. ആ വള്ളത്തിൽ ഈശോ നിന്നുകൊണ്ട് തന്നെ വചനം പ്രഘോഷിക്കാൻ തുടങ്ങി. വചനം പ്രഘോഷിച്ച് കഴിഞ്ഞപ്പോൾ ഈശോ പത്രോസിനോട് പറയുന്നൊരു കാര്യമുണ്ട്. നീ ആഴത്തിലേക്ക് വലയിറക്കി മീൻ പിടിക്കുക. ആഴത്തിലേക്ക് വലയിറക്കി മീൻ പിടിക്കുക. പത്രോസ് ഒരുപക്ഷെ ഉള്ളിൽ ചിന്തിച്ചതായിരിക്കാം, അല്ലെങ്കിൽ പറഞ്ഞതായിരിക്കാം, കർത്താവേ, രാത്രി മുഴുവൻ അധ്വാനിച്ചു, രാത്രി മുഴുവൻ ഞാൻ എൻ്റെ പരിശ്രമം നടത്തി, ഇന്ന് ആ വല കഴുകുന്നത് എൻ്റെ എല്ലാ പരിശ്രമങ്ങളുടെയും ഫലമില്ലാതെ നിരാശയിലാണ് കഴുകുന്നത്. അപ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, നീ വലതുവശത്ത് വലയെറിയുക, നീ വലതുവശത്ത് വലയെറിയുക. ഈശോ പറഞ്ഞത് കേട്ട്, ഈശോയുടെ വാക്ക് കേട്ട് പത്രോസ് വലയെറിഞ്ഞപ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാത്രി മുഴുവൻ കാണാത്തത്, രാത്രി മുഴുവൻ അന്വേഷിച്ചിട്ട് കിട്ടാത്തത്, രാത്രി മുഴുവൻ പരിശ്രമിച്ചിട്ട് കിട്ടാത്തത് പത്രോസ് കാണുകയാണ്. അവൻ്റെ വല നിറയെ മീൻ കയറി. അതിൻ്റെ കാരണം ഈശോ അവനോട് പറയുകയാണ്, ഈശോ അവനോട് സംസാരിക്കുകയാണ്. നീ വള്ളത്തിൻ്റെ വലതുവശത്തിടുക, വലയെറിയുക. പ്രിയപ്പെട്ടവരെ, പത്രോസ് പറയുന്നൊരു കാര്യം, ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 8-ാമത്തെ തിരുവചനം, കർത്താവേ, നീ എൻ്റെ അടുത്ത് നിന്ന് മാറിപ്പോകണമേ, ഞാൻ പാപിയാണ്. കർത്താവേ, നീ എൻ്റെ അടുത്ത് നിന്ന് മാറിപ്പോകണം. ശിമിയോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിൻ്റെ കാൽക്കൽ വീണ്, കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞു. ഈ പാപിയാണ് എന്ന് പറയാൻ കാരണം, കഴിഞ്ഞ രാത്രിയിൽ പത്രോസ് വലയിറക്കിയത്, പത്രോസ് മീൻ പിടിക്കാൻ പരിശ്രമിച്ചത് സ്വന്തം ബുദ്ധി കൊണ്ടാണ്, സ്വന്തം കഴിവ് കൊണ്ടാണ്. ആ സ്വന്തം കഴിവിനെ മാറ്റി നിർത്തി ദൈവത്തിൻ്റെ വാക്കുകൾക്ക് സ്ഥാനം കൊടുത്തപ്പോൾ, ദൈവം പറഞ്ഞത് കേട്ട് വലയിറക്കിയപ്പോൾ പത്രോസ് തിരിച്ചറിയുകയാണ്, അവൻ പ്രതീക്ഷിച്ചതിലപ്പുറം അവന് ലഭിക്കുകയാണ്. അപ്പോൾ അവന് മനസ്സിലായി, ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ദൈവത്തോട് ചേർന്ന് നിന്നെങ്കിലേ വിജയിക്കാനായിട്ട് കഴിയുമെന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് ഓർക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യാധ്വാനങ്ങളെല്ലാം ഫലമണിയണമെന്നില്ല, മനുഷ്യൻ്റെ തീരുമാനങ്ങളെല്ലാം നടപ്പിലാകണമെന്നില്ല, മനുഷ്യൻ്റെ ആഗ്രഹങ്ങളെല്ലാം യഥാർത്ഥ ഫലമണിയണമെന്നില്ല. നീ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ജീവിക്കുക, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുക. ഓർക്കുക, വള്ളം എന്ന് പറയുന്നത് നിൻ്റെ ജീവിതമാണ്. വള്ളം എന്ന് പറയുന്നത്, ഞാനിന്ന് പറഞ്ഞ വചനത്തിൽ 3 സന്ദർഭങ്ങളിലും ഈശോയും വള്ളവുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. ഈശോ ആ വഞ്ചിയിൽ കയറി, ഈശോ അതിൻ്റെ അടുത്തേക്ക് വന്നു, ഈശോ ആ വഞ്ചിയിൽ കടന്നുറങ്ങി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം തന്നെയാണ്. ഈശോ നിൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ, നിൻ്റെ ഉള്ളിൽ ഈശോയ്ക്ക് സ്ഥാനം കൊടുത്താൽ, നിൻ്റെ ഉള്ളിലുള്ള ഈശോയെ നീ വിളിച്ചാൽ, നിൻ്റെ എല്ലാ തീരുമാനങ്ങൾക്കും ഉത്തരവുണ്ടാകും. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, എൻ്റെ ജീവിതമാകുന്ന വഞ്ചിയിൽ നീ വരണമേ, എൻ്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വരണമേ. ഈശോയെ വഞ്ചിയിൽ കയറ്റാൻ ആഗ്രഹിച്ചപ്പോൾ അവർ എത്തേണ്ട സ്ഥലത്തെത്തി. ഈശോയെ ഉണർത്തിക്കഴിഞ്ഞപ്പോൾ കടലിൽ വലിയ പ്രശാന്തതയുണ്ടായി. ഈശോ വഞ്ചിയിൽ നിന്നപ്പോൾ അതിനുശേഷം ആ പത്രോസിൻ്റെ വലയിൽ മീൻ മുഴുവൻ കയറി. അതുകൊണ്ട് ജീവിതമാകുന്ന വഞ്ചിയിൽ ഈശോയെ പ്രതിഷ്ഠിക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. Ah
കാരുണ്യവാനായ ഈശോയെ, ഞങ്ങളുടെ ജീവിതമാകുന്ന വഞ്ചിയിൽ നീ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലക്ഷ്യമില്ലാതെ, ജീവിതത്തിൽ അർത്ഥമില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ വഞ്ചിയുടെ അടുത്തേക്ക്, ജീവിതമാകുന്ന വഞ്ചിയുടെ അടുത്തേക്ക് നീ കടന്നു വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങളുടെ പ്രതിസന്ധികളിൽ എഴുന്നേറ്റ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങളുടെ ജീവിതത്തിന് അർത്ഥം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. അങ്ങയെ കൂടാതെ ഞങ്ങൾക്ക് തീരുമാനമെടുക്കാൻ കഴിയുകയില്ല. യോഹന്നാൻ 6:44, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും എൻ്റെ അടുക്കിലേക്ക് വരികയില്ല. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തെ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രതിസന്ധികളെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാ തകർച്ചകളെയും സഹനങ്ങളെയും, ഞങ്ങളുടെ ജീവിതമാകുന്ന വഞ്ചിയിലെ പ്രശ്നങ്ങളെയെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നീ ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടണമേ. നീ ഉണർന്ന് ശാന്തത്വം നൽകണമേ. നീ ഉണർന്ന് പ്രശ്നം പരിഹരിക്കണമേ. നമുക്കിത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തിന് നന്ദി പറഞ്ഞ് ആരാധിക്കാം. ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാം. നമുക്കൊന്ന് ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന ഈശോയെ, നന്ദി ഈശോയെ, നന്ദി ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും.